Welcome to Mahimas cooking class. In this video, soya butter masala recipe. Soya butter masala ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം soya ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചെറിയൊരു അളവാണ് ചെയ്യുന്നത്. 1 കപ്പ് സോയ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് സോയ വെയ്ത് നോക്കിയാൽ ഒരു 50-60 ഗ്രാമേ ഉണ്ടാകത്തുള്ളൂ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്കാകുന്ന വരെ കുക്ക് ചെയ്യുക. അപ്പോൾ സോയ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് മസാല റെഡിയാക്കണം. എന്നിട്ട് 1 ടീസ്പൂൺ ബട്ടർ, അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കാം. ഇവിടെ എണ്ണയും ബട്ടറും ചൂടാകുമ്പോൾ അതിനകത്തേക്ക് സ്പൈസസ് ഇടാം. ബേ ലീഫ് ഒരു ചെറുതിട്ടിട്ടുണ്ട്, അതേപോലെ 1/2 ടീസ്പൂൺ ജീരകം, ഒരു ഏലക്ക, ബ്ലാക്ക് കാർഡമം ഒരെണ്ണം, കറുവാപ്പട്ട ഒരു ചെറിയ കഷ്ണം, 2 ഗ്രാമ്പു. സ്പൈസസിൻ്റെ നല്ലൊരു മണം വരുമ്പോൾ അതിലേക്ക് സവോള ഇടാം. ശേഷം സ്ലൈസ് ചെയ്ത് സവോള ശേഷം ഒരു 1/2 കപ്പ് ഉണ്ടാവും. ഒരു മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തതാണ്. ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി, കൂടാതെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതേപോലത്തെ വലിപ്പത്തിലുള്ളൊരു ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. അതോടെ ഇടാം. നമ്മളിവിടെ സവാള വഴറ്റുന്നത് ഒരു ചെറിയ ഫ്ലെയിമിലാണ്. നമ്മൾ നോക്കുന്നത് ചെയ്തെന്ന് പറഞ്ഞാൽ ലൈറ്റ് ബ്രൗൺ കളറാണ്, അതുവരെ വഴറ്റിയെടുക്കുക. അപ്പോൾ സോയ നമ്മളിവിടെ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തു. ഇപ്പോൾ നന്നായിട്ട് കുക്ക്ഡായിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം കളഞ്ഞ് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇതിനകത്തുള്ള വെള്ളം പിഴിഞ്ഞ് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നോക്കിയാൽ സവോളയൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി. ഈ സ്റ്റേജിൽ നമുക്ക് ടൊമാറ്റോസ് ഇടാം. ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ഉപയോഗിച്ചേക്കുന്നത്, അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഫ്ലെയിം ഹൈയിലിട്ടേക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ആ ടൊമാറ്റോസിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന ഒരു പരുവത്തിന് കുക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് ഹൈ ഫ്ലെയിമിലാക്കി നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലാക്കി കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യായിരുന്നു. വെള്ളമൊക്കെ പറ്റി വെള്ളം കൂടെ ഉണ്ടാകും. ഹൈ ഫ്ലെയിമിലിട്ട വെള്ളം പറ്റിച്ചെടുക്കാം. അപ്പോൾ ടൊമാറ്റോസൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട്. നമുക്ക് ഈ ഒരു മിക്സ്ചർ അരച്ചെടുക്കാനായിട്ടാണ്. അപ്പോൾ ഉള്ള വെള്ളം പറ്റിച്ച ശേഷം അരച്ചെടുക്കാം. ഈ സമയത്ത് ഇതിനകത്തുള്ള സ്പൈസസ് ഒക്കെ മാറ്റാം. നമ്മൾ അരയ്ക്കുമ്പോൾ സ്പൈസ് കൂടി ഇട്ട് അരച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഹോൾ സ്പൈസസ് എല്ലാം റിമൂവ് ചെയ്യാം. ഇവിടെ ഞാൻ ജീരകം ഒഴികെയുള്ള ഹോൾ സ്പൈസസ് എല്ലാം മാറ്റി. വെള്ളമൊക്കെ പറ്റി ഇത് ഓഫ് ചെയ്ത് നന്നായിട്ട് കൂളാവണം. കൂളായ ശേഷം നമുക്കിത് അരച്ചെടുക്കണം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തു. ഈ സെയിം പാൻ തന്നെ ചൂടാക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് ചൂടാകുന്നതിന് മുമ്പ് തന്നെ നമുക്കതിനകത്തേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം.
1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൊറിയാണ്ടർ പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഭയങ്കര ചൂടായ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് എണ്ണ ചൂടാകുന്നതിനൊപ്പം തന്നെ ഇതുകൂടി ചേർത്തത്. ഇതിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടായി, ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന മിക്സ്ചർ ചേർക്കാം. എപ്പോഴും ആ മസാല ബേൺഡ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വഴറ്റിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടേസ്റ്റ് നന്നായിട്ട് വേണമെങ്കിൽ ഈ ഒരു വഴറ്റിൽ നന്നായിട്ട് ചെയ്യുക. എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പരുവാണ് നമ്മൾ നോക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു മുളക്, ചെറിയൊരു മുളകാണ്, ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കൂടെ ചേർക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പരുവം വരെ കുക്ക് ചെയ്യുക. ഈ ഒരു സ്റ്റേജ് കണ്ടോ, അപ്പം എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ മസാല നന്നായിട്ട് മൂക്കുകയും ചെയ്തു, കളറൊക്കെ ഡാർക്കറായി. ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ വഴറ്റി ഇനി ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാം. ഞാനൊരു 1.5 കപ്പോളം വെള്ളം ചേർത്തു. നന്നായിട്ട് തിളയ്ക്കണം. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് 1 ടീസ്പൂൺ, അതുപോലെ തന്നെ കുറച്ച് ഒരു നുള്ള് പഞ്ചസാരയും കൂടെയാണ്, ഒരു 1/4 ടീസ്പൂൺ ഷുഗർ. നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്കിതിനകത്തേക്ക് സോയ ചേർക്കാം. അപ്പം നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ തീ കുറച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു ചെറിയ ഫ്ലെയിമിൽ 10 മിനിറ്റോളം കുക്ക് ചെയ്തു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കസൂരി മെത്തി, ഉലുവ ഇല പൊടിച്ചിടാം. ക്രീമാണ്, ക്രീം നമ്മൾ 1 ടേബിൾ സ്പൂൺ ക്രീം കൂടെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ക്രീം ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് വരും. ഇപ്പം നമ്മുടെ സോയ ബട്ടർ മസാല റെഡിയാണ്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ചിടാം. അതേപോലെ തന്നെ കുറച്ച് ബട്ടറും കൂടെ, ഒരു 1/2 ടീസ്പൂൺ ബട്ടറും കൂടെ. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ സോയ ബട്ടർ മസാല ഗ്രേവി എന്ന് പറഞ്ഞാൽ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഗ്രേവിയാണ്. ടേസ്റ്റ് നമുക്ക് പറാട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റി ഒരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.